മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു മീൻ കറി വെക്കാം. പഴയ കാലത്തുള്ളവർ വെക്കുന്ന പോലത്തെ ഒരു മീൻ കറി വെക്കാം. ആദ്യം മീൻ നന്നാക്കി വെട്ടി കഴുകിയെടുക്കുക. ആഗോലി മീനാണേ. വെട്ടി കഴുകി നന്നാക്കി കൊണ്ടുവരിക. എന്നിട്ട് മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടെ വഴറ്റി കടുവറുത്തെടുക്കുക. എന്നിട്ട് ആ കരിയാപ്പില നമുക്ക് ഓരോ അടുക്കായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുളിസത്താണ് കേട്ടോ, ഞാൻ പുളിസത്ത് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, പുളിസത്ത് അതും അരപ്പിനകത്തേക്ക് ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അരപ്പ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. ആഗോലി മീൻ കറി വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ കരിയാപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് പിന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ആ മീനുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കല്യാണങ്ങൾക്കൊക്കെ വെക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഒഴിച്ച് വേവട്ടെ. പുളിയുടെ സത്താണ് ഞാൻ ഒഴിച്ചത്. ഞാൻ പുളി കിട്ടിയപ്പം അതിൻ്റെ ഉരുക്കി അതിൻ്റെ നീരൊക്കെ എടുത്ത് കണ്ടോ, പുളിയുടെ സത്തിൻ്റെ പാകത്തിന് ഒഴിച്ചതാ. എന്നാലും ഇച്ചിരി കൂടി ഇത് വെച്ചിട്ട് പുളി മുമ്പിൽ ഈ കഷ്ണത്തേലൊക്കെ പിടിക്കട്ടെ. ഇതൊക്കെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, ഒന്ന് വേവട്ടെ. തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇതുപോലെ അടുക്കടുക്കായിട്ട് വെച്ച് കരിയാപ്പിലയൊക്കെ ഇട്ട് നല്ലോണം വെന്ത് വറ്റണം.
ആഗോലി മീൻ കറി വെച്ചു. ഒന്നുകൂടെ വെന്ത് പറ്റാനുണ്ട്. ആഗോലി മീൻ കറി വെച്ചു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ, കിച്ചൺ ശോശാമ്മ, ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ. ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. ആഗോലി മീൻ കറി വെച്ചു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ആഗോലി മീൻ കറി വെച്ചത്.